നമസ്കാരം. എൻട്രാക്കൾട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് പട്ടാമ്പിയിലുള്ള നേത്രിമംഗലം ശിവക്ഷേത്രം. അതായത് അങ്ങനെ പറഞ്ഞാൽ പലർക്കും അറിയുന്നുണ്ടാവില്ല. പട്ടാമ്പി കൈത്തളി ശിവക്ഷേത്രം എന്ന് പറഞ്ഞാലേ അറിയുന്നുണ്ടാവുള്ളൂ. ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ക്ഷേത്രം ASI അഥവാ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അതായത് പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ക്ഷേത്രമാണ്. എന്തുകൊണ്ടാണ് പുരാവസ്തു വകുപ്പ് ഈ ക്ഷേത്രം ഏറ്റെടുത്തത്? അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ആ ഒരു നിർമ്മാണത്തിനോട് ബന്ധപ്പെട്ട അതിന്റെ ചില വിസ്മയങ്ങൾ, ഇതേ ക്ഷേത്രത്തിന്റെ ഇതേ നിർമ്മാണ രീതിയിലുള്ള മറ്റൊരു ക്ഷേത്രം, ഇതിന്റെയൊക്കെ കോമൺ ആസ്പെക്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ അതിന്റെ മേൽക്കൂര കാണാം. നിങ്ങൾ ഈ മേൽക്കൂരയും അതിന്റെ അടിസ്ഥാനം ബേസും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ളത് ആയിരിക്കാം. ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള ബോർഡൊന്നുമില്ല. എങ്കിലും ക്ഷേത്ര മര്യാദ നമ്മൾ പാലിക്കണം. അതുകൊണ്ട് ഞാൻ ക്ഷേത്രത്തിന്റെ ഉൾവശം ഒന്നും ഫോട്ടോ ഞാൻ എടുക്കുന്നില്ല. ഈ ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്തു കൂടെയാണ് ഞാൻ വന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള എൻട്രൻസ്. ഇത് തെക്കു ഭാഗത്തുള്ള ഒരു എൻട്രൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ബോർഡ് ഉണ്ട്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ. അതേപോലെ അവർ സ്ഥാപിച്ച ബോർഡ് ഉണ്ട്. അപ്പൊ അവരുടെ വണ്ടികളൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് അവരുടെ പഴയ ബോർഡ്. ഇതിൽ നേത്രിമംഗലം ശിവക്ഷേത്രം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ അടുത്തൊരു മരമുണ്ട്. ഞാൻ ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കയറി അത് തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. പുറത്തു നിന്നുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനോട് ചുറ്റിപ്പറ്റിയുള്ള ചില കാര്യങ്ങളും പറയാം. പണി തീരാത്ത ശിവക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റി ഒരുപാട് ഐതിഹ്യങ്ങൾ പൊതുവെ പറയാറുണ്ട്. എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഭൂതത്താന്മാര് രാത്രി പണി തുടങ്ങി, രാവിലെ സൂര്യവെളിച്ചം വന്നപ്പോഴേക്കും അവർ പണി നിർത്തിപ്പോയി, അങ്ങനെ അപൂർണ അവസ്ഥയിലായി എന്നാണ് മിക്കവാറും ശിവക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ടുള്ള ഐതിഹ്യങ്ങൾ കേൾക്കുന്നത്. അതുപോലൊരു ഐതിഹ്യം ഇവിടെയുമുണ്ട്. കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ് ഇതിന്റെ ശ്രീകോവിൽ. ആദ്യ കാലഘട്ടങ്ങളിലെ പല്ലവന്മാരുടെയും പാണ്ഡ്യന്മാരുടെയും സ്റ്റൈലിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കരുതപ്പെടുന്നു. ഇതിൽ ജൈൻ ഇൻഫ്ലുവൻസ് ഉണ്ട്. നോക്കൂ, ആ ക്ഷേത്രത്തിന്റെ മേൽക്കൂര ശ്രദ്ധിച്ചോ? ഈ മേൽക്കൂര ഇതിന്റെ പ്ലിന്ത് ഏരിയ, അതായത് ഇതിന്റെ ബേസിനോട് ബന്ധപ്പെട്ടിട്ടല്ല, അത് പിന്നീട് നിർമ്മിക്കപ്പെട്ടതാണ്. ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ AD 8-ാം നൂറ്റാണ്ട് ആ കാലഘട്ടങ്ങളിൽ ചേരന്മാരുടെ, അതായത് രണ്ടാം ചേരന്മാരുടെ കാലഘട്ടങ്ങളിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ്. സെമി ഫിനിഷ്ഡ് ശ്രീകോവിലാണ്, അഥവാ നമ്മൾ പറയില്ലേ പരിപൂർണമായി പണി കഴിപ്പിക്കാത്ത ശ്രീകോവിലായിരുന്നു ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇത് ശിവക്ഷേത്രമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. ഇതിന്റെ പടിഞ്ഞാറ് വശമാണ് ക്ഷേത്രത്തിന്റെ. ഇതിൽ കരിങ്കല്ലിന്റെ ഭാഗമാണ്. ഇതിന്റെ അടിഭാഗം ശ്രദ്ധിച്ചു നോക്കൂ. അതിന്റെ മുകൾ വശവും ഇതുമായിട്ട് വലിയ യോജിപ്പൊന്നുമില്ല. ഇതിന്റെ പുറത്തായിട്ട് ഒരു നരസിംഹക്ഷേത്രമുണ്ട്. അത് വൃത്താകൃതിയിലുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഇവിടുന്ന് ഇത് വടക്കു ഭാഗമാണ് ക്ഷേത്രത്തിന്റെ. അവിടെ നോക്കുക, മേൽക്കൂര ശ്രദ്ധിച്ചോ? അത് പിന്നീട് കൂട്ടി യോജിപ്പിച്ചതാണ്. അപ്പൊ ഞാൻ ക്ഷേത്രത്തിന്റെ പുറത്തു നിന്നാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോ ഇതില് ഈ ക്ഷേത്രത്തിന്റെ ആ ഭാഗം മേൽക്കൂര കൂടിയപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ വലിപ്പം കൂടി. 2 നിലയായിട്ടാണ് ആ മേൽക്കൂര നിർമ്മിച്ചിട്ടുള്ളത്. ഇത് പരിപൂർണമായും പല്ലവ സ്റ്റൈലിലാണ് ഇതിന്റെ മേൽക്കൂര ഒഴികെയുള്ള ഭാഗങ്ങൾ. ഇത് ASI ഏറ്റെടുക്കുമ്പോൾ ഇത് തകർന്നിരുന്നു. പിന്നീട് അവര് ഇത് കൂട്ടി യോജിപ്പിച്ച് ഉണ്ടാക്കിയതാണ്. ഇതേപോലുള്ള ഒരു ക്ഷേത്രം നമുക്ക് അഞ്ചുമൂർത്തി ശിവക്ഷേത്രം ഉണ്ട് തിരുമിറ്റക്കോട്. അവിടെ പോയാലും കാണാം. ശ്രദ്ധിച്ചോ? ഈ മേൽക്കൂരയും ഇതുമായിട്ട് വലിയ യോജിപ്പില്ല. അത് ഓടിന്റെ പിന്നീട് അഡീഷണലായി ചേർത്തിയതാണ്. ഈ ക്ഷേത്രത്തിന്റെ ഉള്ളില് ഒരു നമസ്കാര മണ്ഡപമുണ്ട്. അത് പല്ലവ സ്റ്റൈലിൽ പണി കഴിപ്പിച്ചതാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഈ വൈറ്റ് വാഷ് ചെയ്തപ്പോൾ ക്ഷേത്രത്തിന്റെ ആ ഒരു പഴമ നഷ്ടപ്പെട്ടതുപോലെ ഒരു തോന്നല്. അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ കണ്ടോ ഈ വൃത്താകൃതി, ഇതുപോലെയുള്ള ക്ഷേത്രങ്ങൾ പല ഭാഗങ്ങളിലും ഉണ്ട്. ഇതിൽ കുറച്ച് കേരള ഇൻഫ്ലുവൻസും ഉണ്ട്. അപ്പൊ മുകൾ വശത്തുള്ളത് കേരള മോഡലിലാണ് ഈ ടൈല് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നരസിംഹമൂർത്തിയാണ് പ്രതിഷ്ഠ. അവിടെ കാണുന്നത് അത് ഈ ദേവസ്വത്തിന്റെ ഓഫീസാണ്. മലബാർ ദേവസ്വം ഇപ്പൊ ഏറ്റെടുത്തിരിക്കുകയാണ്. എന്നാൽ ASIയുടെ കീഴിൽ തന്നെയാണ്. അപ്പൊ ഇതിന് 100 മീറ്റർ ചുറ്റളവില് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും അനുവദിക്കുകയില്ല. അപ്പൊ ക്ഷേത്രത്തിന്റെ പിൻവശത്ത് കൂടെ നടന്ന് ഞാൻ വീണ്ടും ഇതിൽ കാണിക്കും. ഇതിൽ കുറച്ച് ഉപദേവതകളുണ്ട്. വേറെ ഉപദൈവങ്ങളായിട്ട് നരസിംഹമൂർത്തിക്ക് പുറമെ ഗണേശൻ, അതുപോലെ ശാസ്താവ്, അതുപോലെ സുബ്രഹ്മണ്യ സ്വാമി,
അതുപോലെ ആഞ്ജനേയ സ്വാമി ഇവർക്കൊക്കെ പ്രതിഷ്ഠയുണ്ട്. ഇവിടെ ഒരു മരമുണ്ട്, ഇത് എരുക്കുമരമാണെന്ന് തോന്നുന്നു, എനിക്കൊരു സംശയമുണ്ട്. ഇത് നിറച്ച് പൂക്കളുണ്ട്. ഇതിന്റെ പരിസരത്തൊന്നും എവിടെയും പാറക്കെട്ടുകളൊന്നുമില്ല. അപ്പൊ ദൂരെ എവിടെയോ അവര് പണി കഴിപ്പിച്ച ആ കല്ലുകൾ കൊണ്ടുവന്നിട്ടായിരിക്കാം ഇവിടെ പണി കഴിപ്പിച്ചത്. അപ്പൊ മേൽക്കൂര പണിയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും കാരണവശാൽ അത് വിട്ടുപോയതായിരിക്കാം. ഇപ്പൊ ഇവിടുത്തെ കഴിഞ്ഞാൽ നമുക്ക് ഇതേ ക്ഷേത്രത്തിന്റെ ഇതേ രീതിയിൽ പണി കഴിപ്പിച്ച കട്ടിൽമാടത്തുള്ള മറ്റൊരു ക്ഷേത്ര നിർമ്മിതിന്റെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇത് പട്ടാമ്പിക്കും കൂറ്റനാടിനും ഇടയ്ക്കുള്ള കട്ടിൽമാടം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു നിർമ്മിതി കുറെ കാലമായിട്ട് അവഗണിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. ഞാനും കുട്ടിക്കാലം മുതൽ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാനോ ഇറങ്ങി നോക്കാനോ എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷെ ഇതൊരു ആർക്കിടെക്ചറൽ വിസ്മയം എന്ന രീതിയിൽ തന്നെ ഇത് എടുക്കണം. കാരണം ഇതിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് നോക്കുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും ബോധ്യമാവുക. ഈ ക്ഷേത്രവും നമ്മളെ കൈത്തളി ക്ഷേത്രവും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. അതെന്താന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്തെങ്കിൽ ഞാൻ പുറത്തുനിന്നാണ് എടുത്തിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഈ റോക്കറ്റ് കേവിനെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. മഹാബലിപുരത്തെ ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ഇതിലൂടെ ലാസ്റ്റ് ഞാൻ ചേർത്തുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാം. അപ്പൊ ഇതിന്റെ പരിസരത്തൊന്നും പാറകളില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. മറ്റെവിടെയോ വെച്ച് നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ കല്ല് കൊണ്ടുവന്നിട്ട് നിർമ്മിക്കുന്ന ഓരോ കല്ലുകളുടെയും വലുപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കല്ല് കൊത്തി ഉണ്ടാക്കിയ നിർമ്മിതികൾ ഉണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 610 മുതൽക്ക് 668 വരെയാണ്. അപ്പൊ ആദ്യകാലങ്ങളിൽ നമ്മളിപ്പോ മണ്ടകപ്പട്ട്, പല്ലാവരം, മാമന്നൂർ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അത് 630 മുതൽക്ക് 668 വരെയുള്ള കെട്ടിടങ്ങൾ നമുക്ക് കാണാം. അതായത് പിന്നീട് ഒറ്റയ്ക്ക് നിൽക്കുന്ന രഥങ്ങള്, അതുപോലെ അർജുനാസ് പിനൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ ആ മഹാബലിപുരം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങളിത് കണ്ടു നോക്കും. നമ്മളിതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പുറത്തു നിന്നുള്ള കാഴ്ചയാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പൊ ഇതിന്റെ 3 ചുമരിലും ഇങ്ങനെ ചെറിയ ചെറിയ വാതിലിന്റെ ഒരു രൂപം നിർമ്മിച്ചിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ സർവേയുടെ ഇതില് 11ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ഇത് നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഇത് എന്ത് ക്ഷേത്രമായിരുന്നു എന്നുള്ള കൃത്യമായ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇതിപ്പോ അല്പവിമാനം എന്ന് പറയും, അതായത് 1 സ്റ്റോറി ആ ഡോം കണ്ടില്ലേ, അതുപോലെ നിർമ്മിച്ചിട്ടുള്ളതാണ്. വലിയ വലിയ കല്ലുകൾ കൊണ്ടുവന്ന് കൂട്ടി യോജിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ കണ്ടോ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കൂ. ആ കാണുന്നത് ഒക്ടോഗോണൽ ഗ്രിവ എന്നാണ് പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 വശങ്ങളുള്ള ഇതാണ് ആ ടവറിന്റെ താഴത്ത് കണ്ടത് നമ്മള്. അതായത് ഈ ഡോമിന്റെ നെക്ക് എന്ന് പറയും. ഇത് പ്രദക്ഷിണ വഴി ഇല്ലാത്ത ഒരു നിരന്തര ക്ഷേത്രമാണ്. കണ്ടോ ഇതിന് ഈ ചുമരിലാണ് ഇങ്ങനെ വാതിൽ പോലെ ഒന്ന് കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ അടിയിലത്തെ പ്ലിന്ത് ശ്രദ്ധിക്കൂ. ഈ ഭാഗത്തിന് അധിഷ്ഠാനം എന്നാണ് പറയുക. ഈ അധിഷ്ഠാനത്തിന്റെ മുകളിലുള്ള ഭാഗങ്ങളാണ് ഉപന, ജഗതി, ഫ്ലാറ്റിഷ്, വൃത്തകുമുദ, കന്ത ആൻഡ് പട്ടിക എന്ന് പറയും. ഉപാന എന്ന് പറയുന്നത് ഏറ്റവും താഴത്തുള്ള ഭാഗമാണ് കേട്ടോ. ജഗതി എന്ന് പറയുന്നത് അതിന്റെ തൊട്ട് മുകളിലുള്ള. അതിന്റെ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ കൊത്ത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. കുമുദ, കന്ത ആൻഡ് പട്ടിക കണ്ടില്ലേ, ആ താഴത്ത് അത് കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നുണ്ടല്ലേ. പണി പൂർത്തിയായിരിക്കാനുണ്ട്. ഒരുപാട് കല്ലുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കണ്ടില്ലേ. ഇത് മുഴുവനും തീർത്തിട്ടില്ല, പണി തീർത്തിട്ടില്ല. ഒരു ഭാഗം വരെ അവർ പണി കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്താ കാരണം നമുക്കറിയില്ല. ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പേ പറഞ്ഞു, ഇതിന്റെ അടുത്തൊന്നും പാറക്കെട്ടുകളൊന്നുമില്ല. എവിടുന്നോ കൊണ്ടുവരുന്ന വെട്ടിയുണ്ടാക്കി കൊണ്ടുവരുന്ന കല്ലുകളാണ്. അത് 11ാം നൂറ്റാണ്ടിൽ. ഓരോ കല്ലിന്റെ വലിപ്പം നോക്കുക. അവർ എന്ത് എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നുന്നു. ഒരുപക്ഷെ ക്ഷേത്രത്തിന്റെ പരിസരത്ത് കൂടെ ഈ റോഡ് വന്നതായിരിക്കും പ്രശ്നമായത്. ഇതിന്റെ മുൻഭാഗം നോക്കിയാൽ ഇതാണ് ഘനദ്വാര എന്ന് പറയുന്നത്. ഒരു ലോറി വന്ന് ഇടിച്ചിട്ട് വീണതാണ് കേട്ടോ ഈ കല്ല്. ഇനി അതിന്റെ ഉള്ളിൽ കയറുമ്പോൾ എത്ര സേഫ് ആണോ എന്ന് എനിക്ക് അറിയില്ല. ഘനദ്വാര എന്ന് പറയുന്നത് ഈ വാതിൽ വെക്കുന്ന, നല്ല അലങ്കരിച്ച് വെക്കുന്ന വാതിൽ വെക്കുന്നതിനെയാണ് ഘനദ്വാര എന്ന് പറയുന്നത്. ഈ ബീം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതായത് ഈ ബേസിനെയും അതുപോലെ തന്നെ ഡോമിനെയും. ഇതിനെ പ്രസ്താര എന്നാ പറയുക. ഈ പ്രസ്താര എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിനും ഭൂമിക്കും ഇടയ്ക്കുള്ള പ്രദേശം എന്നാണ് കണക്ക്. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോ ഇതിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഉൾഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. പുറത്തുകൂടെ ലോറിയൊക്കെ പോകുമ്പോൾ നല്ല കുലുങ്ങുന്നുണ്ട്. ഇതിലൂടെ ഒരു വളക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കബോർഡ് പോലെ ഉണ്ട് ഈ സൈഡിൽ. 2 വശത്തും ഓരോ വളക്കുണ്ട്. ക്ഷേത്രം നിർമ്മിക്കാനുള്ള ഒരു പരിപാടി തുടങ്ങിയിട്ട് പിന്നെ അവസാനിപ്പിച്ചതാണെന്ന് തോന്നുന്നു. എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഇതാണ് ഉൾഭാഗത്തുള്ള ആ ഡോം ശ്രദ്ധിച്ചോ.
എത്ര വലിയ ഒരു കല്ലാണ് നോക്കൂ, എങ്ങനെ റൗണ്ടിലാണ് അത് എടുത്തിരിക്കുന്നത്, എങ്ങനെയാണ് അത് യോജിപ്പിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. വണ്ടി ബസ്സൊക്കെ പോകുമ്പോൾ നന്നായിട്ട് കുലുങ്ങുന്നുണ്ട്, വേഗത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടണം. ഇത് വശത്ത് ഇരിക്കാനാണോ എന്ന് അറിയില്ല, ഇവിടെ വഴിയമ്പലായിട്ട് ഉപയോഗിച്ചിരുന്നോ എന്നും അറിയില്ല. അവിടെ കല്ലുകളൊക്കെ ഉണ്ട്. കൂടിസ്തംഭാന്നാണ് ഈ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ തൂണുകൾക്ക് കൊടുത്തിരിക്കുന്ന പേര്. അത് മുഴുവനായിട്ടില്ല, ചിലതൊക്കെ വീണിട്ടുണ്ട്. അതാണ് താങ്ങി നിർത്തുന്നത്. മുകളിൽ സൈഡ് കൊടുത്തിട്ടുണ്ട് കല്ലുകൾ. ഇതിന്റെ കൺസ്ട്രക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഉത്തര, വചന, അതിങ്ങനെ വല്ലഭി എന്നൊക്കെ പറയും. കാരണം ഈ സ്പ്ലിന്റിന്റെ ഈ ഏരിയ മുകളിലേക്ക് കൊണ്ടുവരുന്ന ഭാഗങ്ങളാണ് അതൊക്കെ. അടിയിട്ടുള്ളതാണ് ഈ സ്പ്ലിന്റിന്റെ ഏരിയ അല്ലേ ഈ അടിസ്ഥാനം. അപ്പൊ അധിഷ്ഠാനം എന്നാണ് പറയുക. അതിന്റെ മുകളിലേക്ക് കൊണ്ടുവന്നതാണ്. ഇതിന് മുമ്പിൽ ഒരു ആൽമരം ഉണ്ട്. ഇതിനെന്തെങ്കിലും കഥ പറയാനുണ്ടാവും, പക്ഷെ വലിയ പഴക്കമൊന്നുമില്ല ആൽമരത്തിന്. പിന്നീട് കുറച്ചുണ്ടായതായിരിക്കും. ഇതൊക്കെ പണി കഴിക്കാതെ അല്ലെങ്കിൽ പണ്ട് ഉപേക്ഷിച്ചു പോയതാണത്. ഇതുകൊണ്ട് 3 ഈ സ്റ്റെപ്പ് കണ്ടില്ലേ, ഇത് ഉത്തര, വചന, വല്ലഭി എന്നൊക്കെ പറയുന്ന അതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ തൂണാണ് ആ സൈഡ് കൊടുത്തിരിക്കുന്നത്, കണ്ടില്ലേ. ഒരു ക്ഷേത്രം നിർമ്മിക്കേണ്ട ആ വാസ്തുവിദ്യ കൃത്യമായി പാലിച്ചിട്ടുണ്ട്. പക്ഷെ പരിപൂർണമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. വളരെയധികം ആ എഞ്ചിനീയറിംഗ് ടെക്നോളജി അത് വെച്ചിട്ട് തന്നെയാണ് ഇതിന്റെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. അത് പ്രത്യേകം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. അതിന്റെ കപ്പോലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുകൾ വശമൊക്കെ അങ്ങനെ തന്നെയാണ്. പുറത്തുള്ള കൊത്തുപണിയൊക്കെ കഴിച്ചിട്ടുണ്ട്, അകത്തേക്ക് കയറാൻ അവർക്ക് പറ്റിയിട്ടില്ല. നല്ല വൃത്തി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഉളി കൊണ്ടാണ് ചെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മുകൾ വശം കണ്ടോ, അത് 2 ഭാഗമായിട്ട് കൊണ്ടുവരുന്നു. പക്ഷെ ഉള്ളിൽ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും വൃത്തമായിട്ട് തന്നെ നമുക്ക് തോന്നിയിട്ടുള്ളത്. ആ ബീം എപ്പോൾ വേണമെങ്കിലും താഴത്തേക്ക് വീഴാം. ഞാൻ അതിന്റെ ഉള്ളിലൂടെയാണ് അകത്തേക്ക് കയറിയത്. ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിരിക്കുകയാണ്, വലിയ വലിയ കല്ലുകൾ വെച്ച് കൂട്ടി യോജിപ്പിച്ചു. മഹാബലിപുരത്തൊക്കെ പാറയിലാണ് കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നീട് ആദ്യകാലങ്ങളിൽ പിന്നെ രഥം ഉണ്ടാക്കി പിന്നീട് ഒരു ഹോളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി അവര്. ഇത് കണ്ടോ, ഇവിടെ നിന്നൊക്കെയുള്ള കാഴ്ച കണ്ടോ. പുറത്തൊക്കെ നല്ല ഭംഗിയായിട്ട് കൊത്തിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അകത്തേക്കുള്ളതാണ് അവിടെ പണി മുഴുവൻ ആയിട്ടില്ല, എന്നാലും ഒരു വിധം തീർത്തിട്ടുണ്ട്. അടിയിലൊക്കെ എത്ര ഫിനിഷിംഗ് ആണെന്ന് നോക്കും. മുഴുവൻ ഫിനിഷ് ചെയ്തിട്ടില്ല, എന്നാലും നല്ല ഒരു പെർഫെക്ഷൻ കൊടുത്തിട്ടുണ്ട്. മുഴുവൻ തീർക്കാനുള്ള സമയം അവർക്ക് കിട്ടിയിട്ടില്ല. മഹാബലിപുരം അവർ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ ചില ഭാഗങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് കണ്ടു നോക്കൂ. ഇത് ജൈന ക്ഷേത്രമായിരുന്നോ ഹിന്ദു ക്ഷേത്രമായിരുന്നോ, അതിന്റെ മൂർത്തി എന്തായിരുന്നു ഒരു കാര്യത്തിലും തീരുമാനമായിട്ടില്ല. ഇതിന്റെ പരിസരത്ത് കൂടെ റോഡ് വന്നപ്പോൾ ക്ഷേത്രത്തിന്റെ സ്ഥലം ചുരുങ്ങിയതായിരിക്കാം. എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.